മാം വർഷത്തിൽ ഒരിക്കലാണ് വരുന്നത്. ചില മെസ്സേജൊക്കെ വിട്ടുപോകും. ഇത്ര പേടിക്കാതെ അതിനെക്കുറിച്ച്. മാവേലി ഫ്രം മീഷോ. എന്താണ് താങ്കളുടെ കാര്യം? പറയൂ. ഈ വാഹനം നമുക്ക് ഓടിക്കാൻ പറ്റുമോ ഈ കിരീടമായിട്ട്? കിരീടം നമുക്ക് വീണ്ടും ഊരേണ്ടി വരുമായിരിക്കും. നമുക്കൊന്ന് അകത്ത് കയറി നോക്കാം. അത് ഞാൻ മാവിൻ്റെ മീശ വെക്കട്ടെ. മീശ വെക്കൂ. മീശ വെച്ചിട്ട് നമുക്ക് ആലപ്പുഴ പ്രജകളെ കാണാൻ പോവാം. മീശ മാവേലി ഫ്രം മീഷോ ഒന്ന്. എന്താണ് മാവേലി ഫ്രം മീഷോ? എന്താണ് ഉദ്ദേശിക്കുന്നത് ചിത്രഗുപ്ത? എനിക്ക് അറിയില്ല. ഞാൻ താങ്കളുടെ പ്രജകൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രജകൾ പറയുന്നത് മീഷോ എന്ന് പറയുന്ന താങ്കളുടെ ക്വാളിറ്റിയെ ചോദ്യം ചെയ്യുകയായിരിക്കും അവർ. കാണിച്ചു കൊടുക്കും. പ്രജകൾ മാമിന്റെ ക്വാളിറ്റി ഒരിക്കലും ചോദ്യം ചെയ്യാറില്ല. മാമൻ നല്ല സ്വീകരണമാണ് പ്രജകൾ എല്ലാ വർഷവും തരാറുള്ളത്. അതാണ് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. ഇതെങ്ങനെയാവും? നമുക്കൊരു മാർക്കർ വെച്ച് വരച്ചിടാം. ഒരു കൊമ്പൻ മീശ, ഒരു സെല്ലോ ടേപ്പ് മേടിച്ച് നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചിട്ട് ടേപ്പിൽ ഒട്ടിച്ച് വെച്ചാലോ? പറയൂ ചാറ്റ്, പറയൂ. മാവിൻ്റെ മീശ ചിലപ്പോൾ ഇരുന്നേക്കാം, അല്ലെങ്കിൽ ഇരുന്നിട്ടില്ലായിരിക്കാം. മാ എങ്ങോട്ടാണ് പോകേണ്ടത്? മീശ അമ്മയ്ക്ക് വെച്ച് നോക്കിയേ, ചേർത്ത് വെച്ച് നോക്കി. ജിപേ ഡൊണേഷൻ ആഡ് ചെയ്യും മാവേലി കുറച്ച് നാളത്തേക്ക് ജിപേ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ജിപേ ഡൊണേഷൻ എന്തിനാണ് മാവേലിക്ക്? പാതാളത്തിൽ സുഖമല്ലേ? എന്തെങ്കിലും സാധനങ്ങൾ നാം ഇനി എടുക്കാനുണ്ടോ? നോക്കൂ. എന്തെങ്കിലും എടുക്കാനുണ്ടോ? നമ്മൾ വലിയ സാധനങ്ങളുമായിട്ടല്ല പാതാളത്തിൽ നിന്ന് വന്നത്. ഓക്കെ, എങ്ങനെയുണ്ട് മാം? ജൻസി മാവേലിക്ക് മീശയില്ല. മാം ചർമ്മം കൊണ്ടും ഹൃദയം കൊണ്ടും ജൻസി ആണെങ്കിലും മീശ കൊണ്ട് എപ്പോഴും ഒരു മാവേലി തന്നെ. നമുക്ക് കിരീടം വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇതിൻ്റെ ഫ്രോങ്സ് അല്ലേ? ഇതിന് ഇറങ്ങുമ്പോൾ ഇടാം. ഓക്കെ. ആദ്യം അതുവരെ താങ്കളുടെ കിരീടം എൻ്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. എന്നിട്ടും കയറാൻ പറ്റുന്നില്ലല്ലോ. മാമിന് സൈസ് കൂടിയതാണോ ഇത്? മാമിന് എന്താ പറ്റിയത്? താങ്കൾ ഡയറ്റ് എടുക്കേണ്ടതാണ്. ഇതിനെക്കാട്ടും നല്ല കാളവണ്ടിയാണ് ബോയ്സ്. മാമിന് തല അകത്ത് കയറുന്നില്ല. ഈ കാറിന് വലിപ്പം കൂടിയോ? ഇതാണ് ആധുനിക വാഹനങ്ങൾ ചിലപ്പോൾ താങ്കൾ ജിമ്മിൽ നിന്നും വന്നുകൊണ്ടായിരിക്കാം. വരൂ, അകത്തേക്ക് കയറേണ്ടതാണ് താങ്കൾ. ചിത്രഗുപ്ത പറകിലിരിക്കും. വേണം മാവേലിക്ക്. മാമിന് ടൗണിൽ വെച്ച് സെറ്റാക്കാം. മാമിന്റെ പ്രജ പറഞ്ഞിട്ട് ചെയ്തില്ലെന്ന് പറയരുത്. പാതാളത്തിൽ AC ഉണ്ടോന്ന്? AC എന്റെ റൂമിലുണ്ട്. ചിത്രഗുപ്തൻ ഏകദേശം ഒക്കെ ഒപ്പിച്ചെടുത്ത് എന്റെ റൂമിൽ നിന്ന് സൈഡ് വലിപ്പിച്ചാണെങ്കിലും സെൻട്രലൈസ്ഡ് AC ആണ് പാതാളത്തിൽ. താങ്കളെ കാണാനായി വന്നിരിക്കുന്ന ആരാണെന്ന് നോക്കൂ. കുനിഞ്ഞു കയറൂ, അകത്തേക്ക് കുനിഞ്ഞു കയറൂ. മാം അർജുന്റെ മാതാശ്രീയുടെ കടയിൽ വന്നതാണ്. അതെ, മാവേലി ഇപ്പം ഡയറ്റൊക്കെയാണ്. കടയൊക്കെ കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? കച്ചവടമൊക്കെ വളരെ മോശമാവേലി. എന്തെങ്കിലും പൈസ അങ്ങനെ ഒത്തിരി ആൾക്കാർക്ക് സഹായങ്ങൾ ചെയ്യുന്നു. അതൊരു കാലത്തായിരുന്നു, അതെല്ലാം പോയില്ലേ? പണ്ടൊരു സഹായം ചെയ്തതാണ് വർഷം വരാൻ പറ്റുന്നുള്ളൂ. ഞങ്ങൾക്ക് കച്ചവടമൊക്കെ മോശമാണ്. സഹായം കൂടിപ്പോയതുകൊണ്ടാ. മാവേലി അങ്ങ് പണ്ട് എല്ലാവരെയും സഹായിച്ചിരുന്ന ആളല്ലേ. ഒത്തിരി മോശം, കച്ചവടമൊന്നും ഇല്ല. മോദിജിയുടെ പറഞ്ഞാ മതി. മോദിജിയുടെ എന്നാ പറയാ, മാവേലി അല്ലേ എല്ലാവർക്കും സഹായം ചെയ്യുന്നത്.
നോമിന്റെ സ്ക്രീൻ കിടന്ന് ഫ്ലിക്കർ അടിക്കുന്നു ക്യാമറമാനെ. എന്താണ് വേറെന്തെങ്കിലും വേണോ? നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ നോം ചെയ്തു തരും. ഞങ്ങളുടെ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് സഹായിക്കും. സാധനങ്ങൾ വാങ്ങിച്ചു. നോട്ട് ദ പോയിന്റ്. നാം അർജന്റിക്ക് പറയുന്നതാണ്. എന്ത് പറ്റി വത്സേ? നാം അർജന്റിക്ക് പറയുന്നതാണ്. അർജുൻ ഒരിക്കൽ ഈ കട ഫുള്ളും മേടിച്ചേക്ക്. അർജന്റിക്ക പറയാം. അർജുൻ പച്ച പിടിച്ച് വരട്ടാ. പാവം ചെക്കൻ. ആ ഞാൻ പറഞ്ഞേക്കാം. ആണോ? അങ്ങനെയാണോ? ഞാൻ പറഞ്ഞേക്കാം. അത്ര ശല്യമായിട്ട് തോന്നിയിട്ടില്ല. എന്നാലും അങ്ങനെയല്ലല്ലോ പ്രജകൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്ക്. വെളിച്ചം വരട്ടെ. മാവേലി കാണുമ്പോ ലുക്കായിരിക്കണം. അല്ലാതെ ക്യാമറമാനില്ലേ പണിന്ന് പുറത്താക്കി. ഞാൻ പറഞ്ഞേ മാവേലി സീരിയസ് എടുക്കുന്നത്. എന്താണ് മാവേലി മീശ പോകാൻ വല്ല ചാൻസ് ഉണ്ടോ? അല്ല അത് മാവേലിക്ക് പണ്ട് മൂക്കിലായിരുന്നു മീശ. അത് ഞങ്ങളുടെ കാലത്ത് പണ്ടുള്ള ആൾക്കാർക്കൊക്കെ മൂക്കിനകത്താണ് മീശ. പിന്നെ മൂക്കിലല്ല അവൻ എവിടെയാ മീശ കൊണ്ട് വെക്കുന്നത്? മൂക്കിന്റെ താഴത്താണ് മീശ ഇരിക്കുന്നത്. മൂക്കിന്റെ മേളിലല്ലല്ലോ. മത്സേ ഇങ്ങനെ പോയാൽ കച്ചവടം നടക്കില്ല. ചിത്രഗുപ്ത പറയൂ എന്താണ്? ഇയാള് ഞാൻ ചിത്രഗുപ്തൻ. അക്കൗണ്ട് പാതാളത്തിലെ അക്കൗണ്ട് എല്ലാം നോക്കുന്നതിനിടക്ക് യമരാജൻ എന്നെ മാവേലിയുടെ കൂടെ ഇങ്ങോട്ട് വിട്ടിരിക്കുകയാണ്. ന്യൂജൻ ചിത്രഗുപ്തൻ. നല്ല അക്കൗണ്ടൻസിന് കുഴപ്പമുണ്ടെങ്കിൽ ടാക്സ് ഒക്കെ ചെയ്ത് ക്ലിയർ ചെയ്ത് തരും പുള്ളി. പിന്നെ ഫുൾ ക്ലിയർ ചെയ്ത് തരും. ആരെ വേണേലും പേര് വെട്ടി ഞങ്ങൾ പാതാളത്തിലൊക്കെ ആക്കുന്നതായിരിക്കും. എന്ത് കുഴപ്പമുണ്ടെങ്കിലും ഫുൾ ക്ലിയർ ചെയ്യുന്ന പാതാളത്തിൽ നിന്ന് വരുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. നിങ്ങൾ പറയും വേറെ ഒരു ദിവസമാണെന്ന് പറഞ്ഞാൽ പോലും കുറച്ച് മെനക്കെട്ട പരിപാടിയാ. ഊട്ടായിട്ട് തുടങ്ങി ഈ ഒരു ഊട്ടേ കൂടിയാ പുറത്തോട്ട് കയറി വരുന്ന. ലിഫ്റ്റ് ഒന്നും ഇല്ല ഇപ്പോഴും. അല്ല അത് ആവശ്യപരമായി ഊരി വെക്കും. മാവേലി നിങ്ങളെ കേരളത്തിലെ പ്രജകളെ വിസിറ്റ് ചെയ്യുന്നതിന് മുന്നോടിയായി അവിടെ ഒരു ന്യൂജൻ ബാർബർ ഷോപ്പിൽ പോയി ഒന്ന് ട്രിം ചെയ്തതാണ്. അതാണ് ഈ ഒരു ബുദ്ധിമുട്ട് വന്നത്. അല്ലെങ്കിൽ കൊമ്പമീശ സ്വന്തമായിട്ടുള്ളതായിരുന്നേ. അതാ ഒരു പരാജയതയോടെ പോയത് കൊണ്ടാണ് ഇങ്ങനെ. ഇത്രയും നാളും അങ്ങേ കണ്ടിട്ടില്ല. അങ്ങേക്ക് ധൈര്യമായിട്ട് ഇറങ്ങാൻ പറ്റിയില്ലേ? കാരണക്കാരനായില്ലേ? അതെ അതെ. തെറ്റുണ്ടോ? ഇല്ല. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും തന്ന് സഹായിക്കും. പൈസ ക്യാഷ് ആയിട്ട് തന്നാലും മതി. നല്ല ചൂടോടുകൂടി ഒരു അനുഗ്രഹം കൊടുക്കൂ. അനുഗ്രഹം വേണ്ട, പൈസ എന്തെങ്കിലും തന്ന് സഹായിച്ചാ മതി. അനുഗ്രഹം കൊടുക്കൂ. അനുഗ്രഹത്തിന് ഉപരി ഇപ്പൊ കാശിനാണ് വില. മാവേലിയുടെ ഒരു അനുഗ്രഹം കിട്ടിയ 100 അനുഗ്രഹം കിട്ടിയ മാതിരി. എന്തെങ്കിലും കൈ തന്നേച്ചു അനുഗ്രഹിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഗൂഗിൾ പേ കൈ കൊടുത്ത് അനുഗ്രഹിക്കൂ. അവന്റെ മുടി കുറച്ച് പോയി കിടക്കുകയാണ്. അത് കൈ തന്നായിരിക്കും. മാവേലിയുടെ മുടിയാണ്. മാവേലിയുടെ മുടി അതൊരു വലിയ കോംപ്ലിക്കേറ്റഡ് കഥയാണ്. ഇപ്പൊ ചോദിക്കണ്ട. അത് കാറിൽ കയറുമ്പോൾ മുടിയും കിരീടവും നമ്മൾ ഊരി വെക്കുന്നതായിരിക്കും. പുറത്തിറങ്ങുമ്പോൾ നാം അടുത്ത പ്രാവശ്യം അർജന്റീനയ്ക്ക് പറഞ്ഞേക്കാം വല്ലതും തരാം. അത് മാതാശ്രീക്ക് തോന്നുന്നതാണ്. നല്ലൊരു പയ്യനാ. അതിന് ചാനലിന്റെ എണ്ണം കൂടിയിട്ടാണ് എന്തോ അതിപ്പോ അങ്ങനെ കുറഞ്ഞിട്ടുണ്ടോ? അഭി പറയുന്നു ഇത് ഞങ്ങളുടെ മാവേലി അല്ലെന്ന്. മറന്നേച്ച് അഭിനെ അടുത്ത പാതാളത്ത് വെച്ച് കണ്ടോളാം. അവന്റെ പേര് ആഡ് ചെയ്തേക്കാം. അടുത്ത വർഷം അവനെ വീട്ടിൽ വിളിച്ചേക്ക് കൊണ്ട് ഞാൻ പോകുന്നു. അനുഗ്രഹം കൊടുത്തിട്ട് വരൂ. ഞാൻ പോട്ടെ. പ്രജകളെ കാണാനുള്ള ടൗണില് അനുഗ്രഹം കൊടുക്കാൻ മറക്കരുത്. അനുഗ്രഹിക്കുന്നു. ഇവർക്ക് രണ്ടുപേർക്ക് അനുഗ്രഹം കൊടുക്കൂ. രണ്ടുപേരും അനുഗ്രഹം അർജുനും എൻ്റെ ഒരു വകയിലൊരു കൂട്ടുകാരൻ. അവന്റെ വീട്ടിലേക്ക് ഒരു ദിവസത്തേക്ക് താമസം. അതാ ഇന്നലെയും കൂടി കണ്ടതാണ്. എങ്ങനെ പോകുന്നു മത്സരം? എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? കൈനഗിരിയാണോ? ഞാൻ പോയിട്ട് ഇവിടെ വല്ല ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ?
ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞാൽ മതി, ഒരു ദിവസം കൊണ്ട് പരീക്ഷിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ പരീക്ഷിച്ചു തരാം. അതിൻ്റെ പിന്നെ പാതാളത്തിൽ പോകേണ്ടി വരും എനിക്ക്. അതുമായിട്ട് പാതാളത്തിൽ പോകേണ്ടി വരും, ഒരു ദിവസം ഉള്ളല്ലോ എനിക്ക്. നല്ലോണ്ടേ പറയണം, ശരിയല്ലേ? ശരിയാണ്. അവിടെ ആൾക്കാരെ തട്ടിയിട്ട് നടക്കാൻ പറ്റുന്നില്ല. ആ എടുത്തോ, വത്സന് ഫോട്ടോ വേണമെങ്കിൽ ഫോട്ടോ. മീശ മാറ്റാനാ? മാമിന്റെ മീശ മാറ്റാൻ നീ എങ്ങനെ ചോദിക്കുന്നു? അത് അർജുനമ്പി അല്ല, അത് മാവേലിയാണ്. അർജുനമ്പി വേറെയാണ്. ആ ആംബുലൻസ് നമുക്കിപ്പോ വേണ്ട, ആവശ്യം വരും. ആ അങ്ങോട്ട് കൊടുക്കും ചിത്രഗുപ്തന്റെ കൈ. ചിത്രഗുപ്തൻ എടുത്തു തരാം. ചിത്രഗുപ്തൻ ഫോട്ടോ എടുത്തു തരും. ആണാ? നീ പാതാളത്തിൽ വന്നായിരുന്നോ? ഇവൻ ഹലോ, ഇവൻ പാതാളത്തിൽ ഉണ്ടായിരുന്നോ ചിത്രഗുപ്ത? ഒരേ എനിക്കറിയില്ല. എടാ ഇവിടെ ലൈറ്റ് കുറവാണ് കേട്ടാ, ലൈറ്റ് കുറവാ. അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കൂ. എനിക്ക് ഹൈറ്റ് കൂടുതലാണ്. അതാ മാവിനെ കണ്ട് ചിരിക്കുന്നോ? ആ ഈ ഒരു ദിവസം ഞാൻ അവിടെ നിന്ന് വരുന്നത് എനിക്ക് വല്ലതും തരൂ. അവിടെയൊക്കെ ചൂടാണ്. ആ എനിക്ക് പറ്റിയ വല്ല വസ്ത്രധാരണം ഉണ്ടോ ഇവിടെ? ഇത് ചെയ്തു തരാന്നാ? ഇനിയിപ്പോൾ അടുത്ത വർഷം വരെ ഞാൻ ചോദിക്കാം, അതായിരിക്കും നല്ലത്. നമുക്ക് പറ്റിയ വേറെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ഗൈസ്. ആ മാമിന്റെ ഭാര്യനെ കണ്ടിട്ട് നമുക്ക് കുറെ നാളായി. മാം സ്വന്തമായിട്ട് ഭാര്യനെ കണ്ടിട്ട് കുറെ നാളായി. കൊണ്ടുപോക്കോളാം. വർഷങ്ങളായി കണ്ടിട്ട് ഇപ്പൊ എവിടെ ഉണ്ടെന്ന് പോലും അറിയില്ല. അത് കുഴപ്പം. ഞാൻ പാതാളത്തിനാണ് എപ്പോഴും പോയി വരുന്നത്. ഇത് പാതാളത്തിൽ ടെലിവിഷനാ. അവർക്ക് ഇപ്രാവശ്യം അറിയണം ഞാൻ എന്തോ ചെയ്യുന്നതെന്ന്. എപ്പോഴും ഒരു ദിവസം പോയിട്ട്, അതുകൊണ്ടല്ല അവർ ചാനൽ തുടങ്ങിയത്. അനിയൻ ഓ എൻ്റെ അനിയനോ? എനിക്ക് അനിയനില്ല, മാവേലിക്കില്ല. നീ അർജുനമ്പിടെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അവൻ്റെ അനിയൻ ഇപ്പൊ കാനഡയിലൊക്കെ ആണെന്ന് തോന്നുന്നു. അങ്ങോട്ടുള്ള വിസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോകാൻ പറ്റില്ല. എന്നാലും ഞാൻ ഇറങ്ങട്ടെ. എൻ്റെ ഈ കൊട മാവേലി എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കാൻ എന്താണ്?